ഹായ് ഗായ്സ്, അങ്ങനെ വൺ പീസിൻ്റെ എഗ് ഹെഡ് ആർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ഒരു 1 വീക്കായി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് വൺ പീസ് എഗ് ഹെഡ് ആർക്കിനെ കുറിച്ച്. അത് പറയുന്നതിന് മുമ്പേ വൺ പീസ് കാണാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു നല്ലൊരു ടൈമാണത് ഇപ്പോൾ. കാരണം വൺ പീസ് ഒരു ബ്രേക്കിലാണ്. ഇനി അടുത്തൊരു ആർക്ക് വരുന്നത് നമുക്ക് ഏപ്രിൽ മിഡിലാണ്. അപ്പോൾ അതുവരയ്ക്കും നമുക്കൊരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. നിങ്ങളിപ്പോൾ കണ്ടു തുടങ്ങുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യാം. ഏകദേശം ഇപ്പോൾ 1155 എപ്പിസോഡ്സാണ് റിലീസായിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു തുടങ്ങാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു ന്യൂ വേൾഡിലോട്ട് എൻ്റർ ആയ പോലെ ഉണ്ടാവും വൺ പീസ്. അപ്പോൾ എഗ് ഹെഡ് ആർക്കിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പയറിങ് ടു വാനോ, നമ്മുടെ ലാസ്റ്റ് എഗ് ഹെഡിന് മുന്നേ ഉള്ള ആർക്കായിരുന്നു വാനോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവുള്ള പോലെ തോന്നി എനിക്ക് എഗ് ഹെഡ്. പക്ഷേ ഒട്ടും മോശമല്ല. പക്ഷേ സ്റ്റിൽ എനിക്കെന്തോ എവിടെയൊക്കെ കുറച്ച് ലാഗ് ആവുന്ന പോലെ തോന്നിയായിരുന്നു. സ്റ്റിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ആർക്ക്. ഇത് ഈ എഗ് ഹെഡ് ആർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ടെക്സ്റ്റ് ബുക്ക് പോലെയായിരുന്നു വൺ പീസിൻ്റെ. കൂടുതലായിട്ട് ഒരു ലോർ എക്സ്പാൻഷൻ, എന്താണ് വോയിഡ് സെഞ്ചുറിയിൽ സംഭവിച്ചത്, എന്താണ് വേൾഡ് ഗവൺമെൻറ്, അവരെന്താ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളെ വേഗപ്പം എന്നുള്ള ഒരു സയൻറ്റിസ്റ്റ് മൂലം നമ്മളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന പോലെയായിരുന്നു ഈ ഒരു കംപ്ലീറ്റ് ആർക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. കുറേ ബാക്ക് സ്റ്റോറീസ് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് കോമൻ്റെയും ബോണിൻ്റെയും. അതൊക്കെ ഒരു ഭയങ്കര ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യിക്കുന്ന ഒരു, പിന്നെ ആക്ഷൻ സീക്വൻസസ് കുറവാണ് കമ്പയറിങ് ടു വാനോ. പക്ഷെ ഉള്ളതാണെങ്കിൽ ഗംഭീരമാണ്. സീനൊക്കെ ഉണ്ട്, 2 നിക്കിയൊക്കെ വരും. അതൊക്കെ നിങ്ങൾക്ക് കണ്ടാലേ അറിയുള്ളൂ. ഞാൻ സസ്പെൻസും അല്ലെങ്കിൽ സ്പോയിൽ ചെയ്യുന്നില്ല. നെഗറ്റീവ്സ് ആയിട്ട് പറയുന്നത് മെയിനായിട്ട് പ്രത്യേകിച്ച് ചില എപ്പിസോഡ്സൊക്കെ കുറച്ചൊന്ന് എവിടെയോ ലാഗ് ആവുന്ന പോലെയും സ്ലോ ആവുന്ന പോലെയൊക്കെ ഫീൽ ആയിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു നെഗറ്റീവ് ആയിരുന്നു, നമ്മളുടെ സ്ട്രോ ഹാറ്റ്സിനെ കംപ്ലീറ്റ്ലി ഒന്ന് കൂടുതൽ കാണിച്ചില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. വാനോലൊക്കെ എല്ലാവരും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു സ്ക്രീനിൽ. പക്ഷെ അത് കുറഞ്ഞ പോലെ എനിക്ക് ഫീലായി പേഴ്സണലി. കാരണം നമ്മുടെ ചോപ്പറിനെയും ഉസാപ്പിനെയും ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല, അവരെയൊന്നും കാണാനേ കിട്ടുന്നുണ്ടായിരുന്നില്ല കംപ്ലീറ്റ്ലി ആർക്കിൽ വെച്ച്. മൊത്തത്തിലൊരു നോക്കുന്ന സമയത്ത് ഗംഭീരനായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഒരു വൈബ്രൻ്റ് ആയിരുന്നു ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു ആർക്ക് തന്നെ. ആ ഒരു എഗ് ഹെഡ് എന്നുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ് ആയിരുന്നു ഒരു കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര കളർഫുള്ളായിട്ട് നല്ല അനിമേഷൻസ്. വാനോയിൽ തന്നെ അനിമേഷൻസ് ഗംഭീരമായിരുന്നു. പക്ഷെ അതിനേക്കാളും നല്ല അനിമേഷൻസ് ആയിരുന്നു നമുക്ക് എഗ് ഹെഡിൽ കിട്ടിയത്. ഇനി നെക്സ്റ്റ് വരുന്നത് എൽബാഫാണ്. ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ട് എൽബാഫ് ആർക്കിൽ. പ്രത്യേകിച്ച് ഞാൻ വെയിറ്റ് ചെയ്യുന്നൊരു ആർക്കാണ്. ആ ഒരു വേൾഡ്, എന്താണ് എൽബാഫ് എന്നുള്ളത് കാണാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.